ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. തൻ്റെ പുത്രനെ യാഗമാക്കി നമ്മെ ഏവരെയും പ്രിയപുത്രന്മാരും പുത്രിമാരുമാക്കുവാൻ കുരിശിൽ ജീവരക്തമൂറ്റി തന്ന ആ പിതാവിന് എല്ലാ ബഹുമാനവും ആദരവും യേശുക്രിസ്തു മുഖാന്തരം എന്നർപ്പിക്കുന്നു. സയോൺ പവർ മിനിസ്ട്രീസിന്റെ കീഴിൽ സയോൺ റിവൈവൽ വർഷിപ്പ് സെന്റർ ചർച്ച് മാവലിക്കരയിലും ഇടുക്കിയിലും ഇനി ദേശത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാധീനമായി കർത്താവ് മാറ്റി ഉയർത്തി വിശാലമാക്കാൻ പോകുന്ന ഈ ദൈവസഭയുടെ 14ാം വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വന്നുകൂടി നിങ്ങളുടെ കൂടെ സന്തോഷം അനുഭവിക്കാൻ, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കൂട്ടായ്മ അനുഭവിപ്പാൻ പറ്റുന്നില്ലെങ്കിലും യാത്രയുടെ മധ്യത്തിലായതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനവും ദൈവത്തോടുള്ള പ്രാർത്ഥനകളും അനുഗ്രഹ ആശിസ്സുകളും ഈ മാധ്യമത്തിൽ അയക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവപുരുഷൻ പാസ്റ്റർ രവിയും സഹോദരി ജൂലിയും തൻ്റെ കൂട്ടുവേലക്കാരും മക്കളുമായി ഒരുമിച്ച് കർത്താവ് തുടങ്ങിവെച്ച ഈ വലിയ ദർശനം, സ്വർഗത്തിലെ ദൈവം, സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവിനാൽ മാത്രം നിവർത്തിച്ചെടുക്കാൻ പറ്റുന്ന ഈ അത്ഭുതകരമായ ഒരു ദൗത്യവും ദർശനവും ദൈവപുരുഷനെയും സംഘത്തെയും കർത്താവ് ഏൽപ്പിച്ചതിൽ അതിയായ സന്തോഷവും അതിയായ ഉത്തരവാദിത്വവും വഹിക്കുന്ന ഒരു ചുമതലാബോധത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അയക്കുന്നത്. സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചു. നിവർത്തിക്കേണ്ടതെല്ലാം തന്റെ ആദ്യത്തെ വരവുകൾ നിവർത്തിച്ചു. ഇനി തന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി എത്രയും വേഗത്തിൽ നമ്മുടെ കർത്താവ് രാജാവായി ന്യായാധിപനായി ഭരണകർത്താവായി വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവിൽ യോഹന്നാൻ സ്നാപകനെ ആദ്യമേ അയച്ചതുപോലെ ഒരുക്കമുള്ള ഒരു ജനത്തെ മഹിമധാരികളായി ഭൂമിയിൽ നിലകൊള്ളുവാൻ, ദൈവത്തിന്റെ മഹിമ തേജസ് ധരിക്കുന്നവരായി, അങ്ങനെ ഒരുക്കപ്പെട്ടവരായി ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ദൈവസഭ ഒരുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മെ ദൈവം വിളിച്ചിരിക്കെ, അതിനായി ഒരുമിച്ച് പ്രയത്നിക്കുന്ന ഈ സഭയെയും ദൈവപുരുഷനെയും കൂട്ടുവേലക്കാരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കും. നിങ്ങളുടെ നിവാസത്തിന്റെ തിരശ്ശീലകളെ അവൻ നിവർത്ത് വർദ്ധിപ്പിക്കും. നിങ്ങളോ മനുഷ്യരോ അത് തടുത്തു കളയരുത്. നിങ്ങളുടെ കയറുകളെ നീട്ടുവാൻ, നിങ്ങളുടെ കുറ്റികളെ ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ പില്ലേഴ്സിനെ ഉറപ്പിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ പരക്കണം. നിങ്ങളുടെ സന്തതികൾ, ജാതികൾ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ ജനത്തെ പാർപ്പിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ശക്തമായി ഇരിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തികളെ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തുകയും വിശാലമാക്കുകയും ചെയ്യുവാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് നാം വളരണമെന്നും വർദ്ധിക്കണമെന്നും നമ്മുടെ സ്വാധീനങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും വിശാലമാകണമെന്നും. കാരണം യഹോവ നിങ്ങൾക്ക് തുണയായിരിക്കും. യഹോവ ദൈവപുരുഷനും തന്റെ കൂട്ടുവേലക്കാർക്കും ഈ ദൈവസഭയ്ക്കും സയോൺ റിവൈവൽ വർഷിപ്പ് സെന്ററിനും സയോൺ പവർ മിനിസ്ട്രീസിനും ദൈവമായ യഹോവ തുണ നിന്ന് അവൻ നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരും. നിങ്ങളിൽ പ്രസാദിച്ച് നിങ്ങളെ പിശാചിന്റെയും മനുഷ്യന്റെയും കെണികളിൽ നിന്ന്, സാഹചര്യത്തിന്റെയും സമ്മർദ്ദങ്ങളുടെയും വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് യഹോവ തന്റെ നീതിക്ക് തക്കവണ്ണം, നിങ്ങളുടെ നീതിയുടെ ഫലത്തിനൊത്തവണ്ണം അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകി നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വർദ്ധിപ്പിച്ച് പുഷ്ടിപ്പെടുത്തും. ഹാലലൂയ. സർവശക്തനായ ദൈവമായ യഹോവേ, അപ്പാ, അങ്ങയുടെ ഹൃദയത്തിന്റെ തുടിപ്പ് കയറി ഈ കാലഘട്ടത്തിൽ അത്യന്തം ശക്തമായി ഈ ദൈവപുരുഷൻ പാസ്റ്റർ രവിയും തന്റെ ഭാര്യയും തന്റെ കൂട്ടുവേലക്കാരും തന്റെ സഭ മുഴുവനുമായി ഒരുമിച്ച് ദേശത്തെല്ലാം വിശാലതയിൽ പ്രവർത്തിക്കുവാൻ, ദേശത്തിന്റെ അതിർവരങ്ങളെ മറികടന്ന് വിദേശങ്ങളിലേക്കും പോകുവാൻ ഈ വർഷം മുതൽ കർത്താവ് അവർ കൊടുത്തിരിക്കുന്ന എല്ലാ വർദ്ധിച്ച ദൈവകൃപകളുടെ വർധനവുകൾക്കായും സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ കരം അവരുടെ മേൽ ഉള്ളതിനായി സ്തോത്രം. യഹോവേ, നിന്റെ വലതുകരം അവന്റെ മേൽ വന്നിരിക്കുക സ്തോത്രം. നിന്റെ അഭിഷേക്തൻ അവന്റെ മേൽ നീ പകർന്നിരിക്കുന്ന എല്ലാ അഭിഷേകങ്ങളാലും അധികാരങ്ങളാലും വചനത്തിന്റെ ആഴങ്ങളാലും വെളിപ്പാടുകളാലും ദേശത്തെ ദൈവസഭയെ പണിയുവാൻ, ദേശത്തെ കൊടിയ ശക്തികളെ തോൽപ്പിച്ച്
അവയുടെ മേൽ ജയം കൊണ്ടാടി ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ മകനെ ഞാക്കിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി ഫെയ്ത്ത് ഫാമിലി ചർച്ചിൽ നിന്നും ഫോക്കസ് സ്കൂൾ ഓഫ് എക്സലൻസിൽ നിന്നും ദൈവപുരുഷനെയും തന്റെ സഭയെയും സയോൺ റിവൈവൽ വർഷിപ്പ് സെന്ററിനെയും സയോൺ പവർ മിനിസ്ട്രീസിനെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ എല്ലാ വർധനവുകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെ നാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്നു. വർധന ഉണ്ടാകട്ടെ, പുഷ്ടി ഉണ്ടാകട്ടെ, വിശാലത ഉണ്ടാകട്ടെ, അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കപ്പെടട്ടെ, അതിന്റെ കുറ്റികൾ ഉറപ്പിക്കപ്പെടട്ടെ, മേലെ താഴേക്ക് വേരൂന്നി മേലെ ഫലം കായ്ച്ചു വർദ്ധിച്ചു വിശാലമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട ഗണം, അനുഗ്രഹിക്കപ്പെട്ട ദിനം, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സഭ ഗണം എന്ന് ഇവര് വളർന്ന് പന്തലിക്കുമ്പോൾ ദേശത്തെ ജനമെല്ലാം കണ്ട് ദൈവത്തിന് മഹത്വം തരട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ സഭയും ദൈവപുരുഷനെയും കൂട്ടുവേലക്കാരെയും അനുഗ്രഹിച്ച് ഓരോ കുടുംബവും ഓരോ കുടുംബവും ഓരോ വ്യക്തിയും, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഓരോ യുവാവും യുവതിയും, ഓരോ പിഞ്ചു പൈതൽ ഉൾപ്പെടെ കർത്താവേ അങ്ങയുടെ മടങ്ങി വരവിന്റെ സമയത്തിന് വേണ്ടി ഒരുക്കമുള്ളൊരു ജനമായി, അനവധി പേരെ ഒരുക്കുന്ന ഒരു സഭയായി, കൂട്ടമായി വർദ്ധിച്ചു വരുവാൻ ഇവരെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you.